ഹായ് ഗായ്സ്, പിള്ളേരെയും കെട്ടിപ്പെറുക്കി കുഞ്ഞുട്ടനും ആമിയും ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. പാലോട് വെച്ചാണ് കല്യാണം. ഞങ്ങൾ അങ്ങനെ പോകണം. പാളയം പള്ളിയുടെ ഓപ്പോസിറ്റുള്ള പാളയം ബസ് സ്റ്റോപ്പിൽ തന്നെ ഞങ്ങൾ നിന്ന്. ആസ് യൂഷ്വൽ ഞങ്ങൾ കുഞ്ഞിനെ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രത്ത് പോസ്റ്റാണ്. അങ്ങനെ അവസാനം അവൾ മോളുമായിട്ടെത്തി. അപ്പം നമ്മളിങ്ങനെ മനസാന്നിധ്യത്തോടു കൂടി നിൽക്കുവാണ്. അവളെ ഒന്നും പറയരുത്, ഇന്നത്തെ ദിവസം ശോകമൂകമാവരുത്, കുളം ആവരുതെന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിച്ചിട്ട് വരണുണ്ട്. പിന്നെ അവിടെ നിന്നപ്പോഴാണ് അറിയുന്നേ, നമ്മുടെ പാലോട്ടോട്ട് പോകുന്ന ബസ്സൊക്കെ ഇപ്പം ആർട്സ് കോളേജിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തുന്നത്, അതായത് പബ്ലിക് ലൈബ്രറിയുടെ ഓപ്പോസിറ്റ്. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി, കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. 11:30ക്കാണ് കല്യാണം, 10 മണിക്ക് നമ്മൾ പാലയത്ത് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ അവർക്ക് 3 പേർക്കും ഒരു സീറ്റ് അങ്ങ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു എല്ലാം കൂടി. ഇപ്പോൾ ഇതായിരുന്നു വൃന്ദാവനം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അവിടെ ചെന്നപ്പം മറ്റേ വെൽക്കം ഡ്രിങ്ക്സ് ഒന്നും ഇല്ല. ഒരു കൊഴിഞ്ഞ ബോട്ടിലും കുപ്പി ഗ്ലാസ് മാത്രം ഇരിപ്പുണ്ട്. പെണ്ണൊക്കെ വന്ന് തുടങ്ങി, ഓൾറെഡി സ്ഥലമില്ല അകത്ത്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഞങ്ങളെ കൂട്ടത്തിലുള്ള സുവിച്ചി ഏറ്റവും ലാസ്റ്റ് ഓട്ടയൊക്കെ പിടിച്ചാണ് വന്നത്. പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് കല്യാണം കണ്ട്. അവനാണ് പയ്യൻ, ശ്യാമാണ്. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരെ എത്തിയുള്ളൂ, ബാക്കി അവരൊന്നും എത്തിയില്ല. കുറച്ച് പേരൊക്കെ തലേന്ന് പോയി. പിന്നെ അറിയാലോ, നമ്മൾ ഫുഡാണല്ലോ നമുക്ക് മെയിൻ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഓടി. ഞങ്ങൾ കയറി, അവിടെ ഇവിടെ എല്ലാവരും പല സ്ഥലത്തായിപ്പോയി. എന്നാലും മോനും ഞാനും അടുത്തടുത്ത് തന്നെ ഇരുന്നു. അവന് ബിരിയാണി എങ്ങാനും ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഇപ്പം 2 ഇല തിന്നേനെ. പക്ഷെ ചോറ് അത്ര പോരാ, എന്നാലും തലയൊക്കെ ചൊറിഞ്ഞൊക്കെ ഇരുന്നൊക്കെ അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കി വിടുന്നുണ്ട്. പക്ഷെ ഞാൻ പായസത്തിൽ കടല മാത്രമേ കുടിക്കാറുള്ളൂ. കറിയൊക്കെ തീർന്നു, കാരണം 12:30 1 മണി അടുപ്പിച്ചായി. നല്ല വിശപ്പായി. ഇവൻ നോക്കിയിരിക്കുന്നത് നമ്മുടെ സേമിയ പായസമാണ്. വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് സേമിയയാണ് കുടിക്കുന്നത്. പിന്നെ പായസം കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ കല്ലു ഒരു രക്ഷയില്ല, അവിടെ ഇരുന്ന് തിന്ന് തീർത്തിട്ടേ വരുള്ളൂ എന്നുള്ള വാശിയിലാണ്. കാലൊക്കെ മടക്കി വെച്ച് ഇരുന്ന് എല്ലാവരും പോയി. ചേച്ചിമാരിതാ ബാക്കിൽ ഇതെടുത്തും തുടങ്ങി, എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ നേരം, പിന്നെ കുറച്ച് നേരം കൂടെ നിന്ന് കുറേ നുണകൾ കൂടെയൊക്കെ പറയാനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ബായ്.